സമയം നിർത്തലാക്കിയ ദ്വീപ്. ഗംഗൻജിമായി അല്ലെങ്കിൽ സമയം നിർത്തിയ ദ്വീപ് എന്നും അറിയപ്പെടുന്ന ജപ്പാനിലെ ഹാഷിമ ദ്വീപിന്റെ കൗതുകകരമായ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യകാല ചരിത്രം 1887-1930 കാലഘട്ടം. കൽക്കരി ഖനനം. കൽക്കരി ഖനനം ആരംഭിച്ച 1880 മുതൽ ഹാഷിമ ദ്വീപിൽ ജനവാസമുണ്ടായിരുന്നു. ദ്വീപിലെ കൽക്കരി നിക്ഷേപങ്ങൾ 1810 കണ്ടെത്തി. പക്ഷേ വലിയ തോതിലുള്ള ഖനനം 1887 ആരംഭിച്ചു. ജനസംഖ്യാ വളർച്ച. കൽക്കരി ഖനന വ്യവസായം വളർന്നതോടെ ദ്വീപിലെ ജനസംഖ്യയും വളർന്നു. 1920കളോടെ ഹാഷിമ ദ്വീപ് ജപ്പാനിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നായി മാറി. സുവർണ വർഷങ്ങൾ 1930 മുതൽ 1960 വരെ. അഭിവൃദ്ധി പ്രാപിക്കുന്ന സമൂഹം. 1930 മുതൽ 1960 വരെ 5000-ത്തിലധികം ആളുകൾ താമസിക്കുന്ന ഒരു അഭിവൃദ്ധി പ്രാപിക്കുന്ന സമൂഹമായിരുന്നു ഹാഷിമ ദ്വീപ്. ദ്വീപിൽ സ്കൂളുകൾ, ആശുപത്രികൾ, കടകൾ, ഒരു സിനിമാ തിയേറ്റർ പോലും ഉണ്ടായിരുന്നു. കൽക്കരി ഖനനത്തിന്റെ കൊടുമുടി. 1950കളിൽ കൽക്കരി ഉൽപ്പാദനം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. ദ്വീപ് പ്രതിവർഷം 1 ദശലക്ഷം ടണ്ണിലധികം കൽക്കരി ഉത്പാദിപ്പിക്കുന്നു. തകർച്ചയും ഉപേക്ഷിക്കലും. 1960 മുതൽ 1970 വരെ. കൽക്കരി ഖനനത്തിന്റെ ഇടിവ്. ജപ്പാൻ അതിന്റെ ഊർജ്ജ സ്രോതസ്സുകൾ കൽക്കരിയിൽ നിന്ന് എണ്ണയിലേക്ക് മാറ്റിയപ്പോൾ കൽക്കരി ഖനന വ്യവസായം കുറയാൻ തുടങ്ങി. ദ്വീപിന്റെ കൽക്കരി നിക്ഷേപങ്ങളും കുറഞ്ഞു. കുടിയൊഴിപ്പിക്കൽ. 1974ൽ കൽക്കരി ഖനന കമ്പനി ഖനി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. ജാപ്പനീസ് സർക്കാർ ദ്വീപ് ഒഴിപ്പിക്കാൻ തീരുമാനിച്ചു. താമസക്കാരെ പ്രധാന ഭൂപ്രദേശത്തേക്ക് മാറ്റി. ഇന്നത്തെ ദിവസം 1980 മുതൽ ഇന്ന് വരെ. ഉപേക്ഷിക്കപ്പെട്ട ദ്വീപ്. ഹാഷിമ ദ്വീപ് ഉപേക്ഷിക്കപ്പെട്ടു. അതിലെ നിരവധി കെട്ടിടങ്ങളും ഘടകങ്ങളും ഇപ്പോഴും കേടുകൂടാതെയിരുന്നു. ടൂറിസവും സംരക്ഷണവും. സമീപ വർഷങ്ങളിൽ ദ്വീപ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കുകയും ദ്വീപിന്റെ അതുല്യമായ ചരിത്രവും വാസ്തുവിദ്യയും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലം. 2015ൽ ജപ്പാന്റെ മെയ്ജി വ്യാവസായിക വിപ്ലവത്തിന്റെ സ്ഥലങ്ങൾ പട്ടികയിൽ ഉൾപ്പെടുത്തി ഹാഷിമ ദ്വീപിനെ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി നാമകരണം ചെയ്തു. ഹാഷിമ ദ്വീപിന്റെ ആകർഷകമായ ചരിത്രം ജപ്പാന്റെ വ്യാവസായിക ഭൂതകാലത്തിനും അവിടുത്തെ ജനങ്ങളുടെ പ്രതിരോധശേഷിക്കും ഒരു തെളിവാണ്. ദ്വീപിന്റെ ഉപേക്ഷിക്കപ്പെട്ട ഭൂപ്രകൃതി മനുഷ്യപ്രയത്നത്തിന്റെ ക്ഷണികതയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു.